ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോർ ബി. അപ്പം എല്ലാവർക്കും പുതിയൊരു റൈഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു റൈഡ് മൺസൂൺ. മഴയൊക്കെ നനഞ്ഞ് ഇഷ്ടപ്പെട്ട ബൈക്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അതൊന്ന് വേറെ തന്നെയാണ്. അത് ഓരോ ചൂടും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഞാനും നമ്മുടെ RSഉം ബാക്ക് പാക്കുമായിട്ട് പോകുന്ന ഫസ്റ്റ് ലോങ് റൈഡാണ് ഇത്. ജോലിയുടെ ടെൻഷനില്ലാതെ പ്രഷറില്ലാതെ ലൈഫിലെ കുറച്ച് നാളുകൾ നല്ല മനോഹരമായി പ്രകൃതിയായിട്ടൊക്കെ ഇടപഴകി പോകണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ എടുത്ത തീരുമാനമാണ് നമ്മളുടെ വട്ടവട. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറും താണ്ടി വട്ടവടയിലേക്കാണ്. ഒരു കൊച്ചു ഗ്രാമം. അവിടെ ചെന്ന് ഒന്ന് താമസിക്കണം, ആ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം. അതിനുശേഷം നേരെ മൂന്നാർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു റൈഡിൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം പോകാനിരുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ സ്റ്റേ ചെയ്ത് മൂന്നാറൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് വട്ടവട പോകാമെന്ന് കരുതിയത്. പക്ഷേ പ്ലാൻ ബിയിലേക്കായിപ്പോയി. കാരണം റൂം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇറങ്ങണമെന്ന് വിചാരിച്ച ദിവസം ഇറങ്ങാനും പറ്റില്ല, റൂമും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വട്ടവട പിടിക്കാമെന്ന് കരുതി. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം വട്ടവട പോയി അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വന്ന് മൂന്നാറും എക്സ്പ്ലോർ ചെയ്തിട്ട് വീട്ടിലേക്ക് വരാൻ ദൂരക്കുറവാണ്. വട്ടവടയിൽ പോയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് നേരെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ലോങ്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി തന്നെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു പ്ലാൻ ഞങ്ങൾ തന്നെ കൈയടിച്ച് പാസ്സാക്കി സന്തോഷത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ക്ഷണിച്ച ഒരാൾ കൂടി എത്താനുണ്ടായിരുന്നു. വേറെ ആരുമല്ല, മഴ തന്നെ. ആദ്യത്തെ കുറച്ച് കിലോമീറ്ററുകൾ ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് ഈ മൺസൂൺ റൈഡ് ഒരു 3G ആവുമോ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടെൻഷനും മനസ്സിൽ വെച്ചുകൊണ്ട് പയ്യെ റൈഡ് ചെയ്ത് വരുമ്പോഴാണ് ഞങ്ങൾക്കെതിരെ അമ്മ വന്നത്, മഴ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ വണ്ടി ഓടിച്ച് വരുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് വന്നത് മഴയായിരുന്നു. റോഡുകളിൽ പയ്യെ മഴത്തുള്ളികൾ വീണ് നനഞ്ഞ് അത് കുതിർന്ന് വരുന്ന കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു രസം അധികം നീണ്ടു നിന്നില്ല. കാരണം വരുന്നത് മഴയാണല്ലോ. സമയം ഏകദേശം ഉച്ചയോളം ആയിട്ടുണ്ട്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടും ക്ലൈമറ്റിൻ്റെ ഒരു കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ടും സമയം പോകുന്നത് അറിയുന്നതുമില്ല, ഉച്ചയായത് അറിഞ്ഞതുമില്ല. അപ്പോഴാണ് അവൻ വന്നത്, വിശപ്പ്. അങ്ങനെ വിശന്നിരുന്ന ഞങ്ങൾ പോകുന്ന വഴിക്കുന്ന ഒരു ചെറിയ ഏർമാടം കണ്ട്. പക്ഷേ ഏർമാടമാണെന്ന് കരുതി കയറിയപ്പോഴാണ് അതൊരു ടോഡി പാർലറായിരുന്നു എന്ന് കണ്ടത്. ഫാമിലിക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒരേ കണക്ക് വന്ന് എൻ്റർടൈൻ ചെയ്ത് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സിന് വേണമെങ്കിൽ കള്ളും കപ്പയും കഴിക്കാം, ഫാമിലീസിന് വേണമെങ്കിൽ ചോറും മീൻകറിയും കഴിക്കാം. ഇത് തന്നെയാണ്. അങ്ങനെ ഇതൊന്നും അറിയാതെ ഞങ്ങൾ കയറി ഒരു ബേഷായ ഊണും കഴിച്ച് നേരെ പുറത്തു വന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന നഗ്ന സത്യങ്ങൾ പുറത്തിറങ്ങിയത്. അങ്ങനെ അതൊക്കെ കണ്ട് അതൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്ത് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ RSൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഞങ്ങൾ അങ്ങനെ നിന്നു. ചെറിയൊരു മഴ, അതൊരു പെരുമഴയായി. അതിനുശേഷം വീണ്ടും അത് ചെറുതായപ്പോൾ ഞങ്ങൾ വീണ്ടും സ്ഥലം വിട്ടു. വട്ടവട പോകുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ്ലി റൈഡ് ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ എടുത്തേക്കുന്ന സ്റ്റേ വട്ടവടയിൽ പ്രോപ്പർലി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു ലൊക്കേഷൻ്റെ പുറത്ത് പോകുന്ന ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു സ്റ്റേ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ ഞങ്ങളുടെ ഈ ആദ്യത്തെ ദിവസത്തെ വിളിക്കാം. അങ്ങനെ ആ ഒരു ടാർഗറ്റ് മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടെ ക്ലൈമറ്റ് മാറുന്നുണ്ട്, മഴ പോകുന്നുണ്ട്, ചൂടാകുന്നുണ്ട്, ഇടയ്ക്കൂടെ റെയിൻകോട്ട് ഊരുന്നുമുണ്ട്. വീണ്ടും റെയിൻകോട്ട് ഇടേണ്ടുന്ന അവസ്ഥ മഴ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞത് കണക്ക് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയായിട്ട് മുമ്പോട്ട് ഇങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു. സമയം പാഞ്ഞതും സ്ഥലം പാഞ്ഞു പോയതും ഞങ്ങൾ അറിഞ്ഞില്ല. ഏകദേശം 2 മണിക്കൂറോളം ബൈക്കിൽ റൈഡ് ചെയ്തു.
ഇടയ്ക്കൊക്കെ നിർത്തി ഓരോ ചായയും കുടിച്ചു. നമുക്കും നമ്മുടെ ആർസിനും ചെറിയ റെസ്റ്റ് വേണമല്ലോ, കാരണം ഇനിയും റൈഡ് ചെയ്യാൻ കിടക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റേ കണ്ടുപിടിക്കാനുള്ള റൈഡായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുപാട് എങ്ങും ഇറങ്ങി നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. എന്നിരുന്നാലും കാണുന്ന കാഴ്ചകളൊക്കെ ബൈക്കിലിരുന്ന് കണ്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടി ചെറിയ തോതിൽ മൂന്നാർ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട, അങ്ങനെ ഈ കാണുന്ന ചെറിയ രീതിയിലുള്ള ഒരു കോടയൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ ഞാൻ വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട്, കാരണം സ്ട്രീറ്റ് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ബാക്ക് പാക്കിന് അതിയായ ആക്രാന്തമുണ്ട്. അങ്ങനെ ആ ആക്രാന്തത്തെയൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് ബാക്ക് പാക്ക് കുറേ നേരമൊക്കെ വണ്ടിയിലിരുന്നെങ്കിലും ഒരുപാട് നേരം അത് സഹിക്കാനായില്ല. അങ്ങനെ ഇടയ്ക്കിടെയൊക്കെ നിർത്തി ചില സ്റ്റോപ്പുകളൊക്കെ എടുത്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ വട്ടവടയ്ക്ക് പോകാൻ ഒന്നുകൂടി മനം മുറുകിയ തീരുമാനമിട്ടു. നേരം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം ഞങ്ങൾക്ക് കൂടിക്കൂടി വരികയാണ്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ലോങ് റൈഡ് ഏകദേശം 250 കിലോമീറ്റേഴ്സ് ഇൻ വൺ സ്ട്രെച്ച് അത് പോസിബിൾ ആവുന്നില്ല. കാരണം ചെറിയ തണുപ്പും ശരീരത്തുള്ള വേദനകളും. അതെ, തണുപ്പടിച്ചപ്പോൾ അങ്ങുമൊക്കെ ഒളിഞ്ഞിരുന്ന വേദനകൾ പുറത്തു വന്നു. പിന്നെ പോരാണ്ടല്ലോ, 250 കിലോമീറ്റർ ബൈക്കിൻ്റെ മുകളിലിരുന്നപ്പോൾ നിതംബത്തിന് ചെറിയൊരു പെരുപ്പും. നല്ല ഫീഡ്ബാക്ക്, സീറ്റ് കവർ നന്നായിട്ടൊന്ന് മാറണം, ജെൽ സീറ്റ് അടിക്കണം എന്ന് തോന്നി തുടങ്ങി. അങ്ങനെ ഇരുട്ടും തോറും ഞങ്ങൾ ദൂരം കുറച്ച് ഓടിച്ചു കൊണ്ടുവന്നു. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ വഴിതെറ്റി എവിടെയൊക്കെയോ പോയി. പിന്നെ മൂന്നാറിലെ ട്രാഫിക് അത് പറയേണ്ടതില്ലല്ലോ. അതിൽ പെട്ട് കഴിഞ്ഞാൽ മലയിൽ പെട്ടത് ഉണങ്ങുക, പിന്നെ അതിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് കരകയറി വരാൻ അല്പം പാടാം. ഞങ്ങളുടെ ഫോണും ക്യാമറയൊക്കെ ഓഫായി. ആരോടും ചോദിക്കാൻ ആരെയും കാണുന്നില്ല, വഴി അറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, സ്റ്റേ എവിടെയെന്നറിയില്ല. അങ്ങനെ പകച്ചുപോയ ഒരു നിമിഷത്തിൽ ലാസ്റ്റ് മിനിറ്റ് വീഡിയോയും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളും കാഴ്ചകളൊക്കെ നെക്സ്റ്റ് എപ്പിസോഡായിട്ടുള്ള ഫൈനൽ പാർട്ട് 2 കാണാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്.